കുടുംബത്തെക്കുറിച്ച് മതം ധാരാളമായി പറയുന്നു. കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം മതം മുന്നിൽ വെക്കുന്നത് ഈ സന്താന പരിപാലനം തന്നെയാണ്. സന്താന പരിപാലനം കൃത്യമായ കുടുംബത്തിലല്ലെങ്കിൽ, അത് ധാർമ്മികമല്ലെങ്കിൽ, മതപരമല്ലെങ്കിൽ, അപ്രകാരം തന്നെ നല്ല ആശ്വാസത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന കുടുംബത്തിലല്ലാതെ മക്കൾ വളർന്നു വരികയാണെങ്കിൽ, ഈ ആഴ്ചയിലൊക്കെ നമ്മൾ വല്ലാതെ സങ്കടത്തോടു കൂടെ കണ്ട ചില വീഡിയോസൊക്കെ നമ്മൾ പിന്നെയും ഓർക്കേണ്ടി വരും. തങ്ങളേക്കാൾ പ്രായം കുറഞ്ഞൊരു കുഞ്ഞിന് 5ഉം 6ഉം ചെറുപ്പക്കാരാകുന്ന കുട്ടികൾ ചേർന്ന് 18-17 വയസ്സുള്ളവർ ചേർന്ന് മണിക്കൂറുകൾ നീണ്ട രീതിയിൽ ഇടിച്ച് ചവിട്ടി ഇങ്ങനെ പരുവത്തിലാക്കുന്നത്, പഞ്ചറാക്കി വിടുന്നത് നമ്മൾ കാണുകയാണ്. നമുക്കത് തുടർന്ന് കാണാൻ കഴിയില്ല. 18 വയസ്സാവോളം അങ്ങനെയൊക്കെ ചെയ്താൽ കുഴപ്പമില്ല എന്ന് തന്നെ പറഞ്ഞിട്ടായിരുന്നു പണ്ടൊരു കുട്ടിയെ ഇടിച്ചു കൊന്നത്. അവർ ഫോൺ സംഭാഷണത്തിൽ അങ്ങനെ പറഞ്ഞത്. 18 വയസ്സായിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്താലും ഒരു കേസ് ഉണ്ടാവില്ല എന്നായിരുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗ്രൂപ്പ്, ഇവനെ ശരിയാക്കാൻ വേണ്ടി നിർമ്മിച്ച ഗ്രൂപ്പിൽ അവർ സംസാരിച്ചത്. അപ്പോൾ 18 വയസ്സായിട്ടില്ല, എന്തും ചെയ്യാനോ എന്നുള്ള ബോധത്തിലേക്ക് മക്കളും വളരുന്നു. എന്നിട്ട് ഈ ഒരൊറ്റ സീസണിൽ 3 കുട്ടികളെ അടിച്ചു നിരത്തുന്നു. ഒരു മനുഷ്യജീവിയോട് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പറ്റും. ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? വേണ്ട വിധത്തിലുള്ള പരിശീലനം കുടുംബത്തിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ട്. കുട്ടി ക്രിമിനലുകളെ കുറിച്ച് നമ്മൾ മുഴുവനായിട്ട് പരിശോധിച്ച് നോക്കുക. കേരളത്തിലുള്ള അവരെ പാർപ്പിക്കുന്ന പ്രത്യേകമായ ചില ഇടങ്ങളുണ്ട്, ദുർഗുണ പരിഹാര പാഠശാല എന്നൊക്കെ പറയണേ. അവിടെയൊക്കെ പോയിട്ട് നമ്മളൊന്ന് പരിശോധിക്കുക, അല്ലെങ്കിൽ ഇത് സംബന്ധമായിട്ടുള്ള റിപ്പോർട്ടുകളൊന്ന് പരിശോധിക്കുക. സ്നേഹവും സന്തോഷവും നിലനിൽക്കാത്ത വലിയ ആളുകൾ, അതായത് മാതാവും പിതാവും അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന കുടുംബത്തിലെ മക്കളായിരിക്കും കുട്ടി ക്രിമിനലുകളിൽ മുഴുവനും. അപ്പൊ മക്കളെ വളർത്തുക എന്നത് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി മതം കാണുന്നു. മനുഷ്യർ അവരുടേതായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടങ്ങളുണ്ടാകും, അപ്പോൾ ആശ്വസിപ്പിക്കാനുള്ള ഇടമായി കാണുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരിചരിക്കേണ്ടതുണ്ടാകും, അതിനുള്ള ഔദ്യോഗിക സംവിധാനമായി കാണുന്നു. ആയയെ വിളിച്ചാൽ പറ്റും, ശമ്പളത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സേവനം ഉണ്ടാകും. ആത്മാർത്ഥതയിലേക്ക് അത് ഇറങ്ങണമെങ്കിൽ അത് സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ആവണം.